ആറ്റിങ്ങലിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയെന്ന പരാതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. അടൂർ പ്രകാശിന്റെ ബന്ധു ബിജു രമേശ് അരുവിക്കരയിലെ കോളനിയിൽ പോയത് ഡീൽ ഉറപ്പിക്കാനാണെന്ന് LDF സ്ഥാനാർത്ഥി വി ജോയ് ആരോപിച്ചു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ബിജു രമേശിനെ തടഞ്ഞുവെച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. അരുവിക്കര വടക്കേമല കോളനിയിലെത്തിയ ബിജു രമേശിനെ CPIM പ്രവർത്തകർ തടഞ്ഞത് പ്രചാരണായുധമാക്കുകയാണ് LDF. കോളനികളിൽ പോയി മദ്യവും പണവും നൽകി വോട്ട് പിടിക്കാനാണ് UDF ശ്രമമെന്ന് LDF ആരോപിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ തന്ത്രം ഇത്തവണ അനുവദിക്കില്ലെന്ന് വി ജോയ് റിപ്പോർട്ടറിനോട്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് പയറ്റിയ ഒരു തന്ത്രമാണ്. അടൂർ പ്രകാശ് 5 കൊല്ലവും ഏതെങ്കിലും ഒരു കോളനിയിൽ 1 രൂപ ചെലവാക്കിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പണവുമായിട്ട് ആളെ വിടുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു സാങ്കേതികത്വം എന്താണ്? CPIM-ഉം കോൺഗ്രസും പണം നൽകി വോട്ട് പിടിക്കുന്നുണ്ടെന്നായിരുന്നു NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ ആരോപണം. പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നതായിട്ടുള്ള പല വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മദ്യമൊഴുക്കിയും പണം കൊടുത്തും വോട്ട് വാങ്ങുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ ബിജു രമേശിൽ നിന്ന് പണമോ മദ്യമോ കണ്ടെത്തിയിട്ടില്ല എന്നാണ് UDF വാദം. ബിജു രമേശുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അടൂർ പ്രകാശ് ക്ഷുഭിതനായി. തെരഞ്ഞെടുപ്പിൽ UDF മദ്യവും പണവും ഒഴുക്കുന്നുവെന്ന ആരോപണത്തിന് തെളിവായാണ് ബിജു രമേശിന്റെ കോളനി സന്ദർശനത്തെ LDF ഉയർത്തിക്കാട്ടുന്നത്. നഗരത്തിൽ നിന്ന് ഏറെ ദൂരെയുള്ള കോളനിയിലേക്ക് ബിജു രമേശ് എന്തിനു പോയി എന്ന ചോദ്യത്തിന് യുക്തിസഹമായ ഒരു മറുപടിയും ലഭിച്ചിട്ടുമില്ല. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.